ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്ക് അപ്പമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതെന്താ കേക്കും അപ്പം എന്നൊക്കെ ഒരുമിച്ച് പറയണേന്നുള്ളത്. ഇതിനെ കാണാൻ കേക്ക് പോലെയും കഴിക്കുമ്പോൾ അപ്പത്തിൻ്റെ ടേസ്റ്റുമാണ്. അതുകൊണ്ടാണ് ഇതൊരു കേക്ക് അപ്പം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ഇത് വെറും ഒരു അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് മാത്രമല്ല, നമ്മളിത് ആവിയിൽ വേവിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ്. നമുക്ക് ഈ ഒരു അപ്പത്തിൻ്റെ കൂടെ നമുക്ക് നല്ല കറിയുടെ കൂടെ നമുക്ക് മുക്കി കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 മണി പലഹാരമായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഉണ്ടാക്കേണ്ടത് പഞ്ചസാര പാനിയാണ്. അപ്പോൾ അതിനായിട്ട് പാൻ ചൂടായി വരുമ്പോൾ 1 കപ്പോളമുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് വെള്ളത്തിന് ഞാൻ ചേർക്കുന്നത് 4 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാരയാണ്. നിങ്ങൾക്കത് ഇഷ്ടമുള്ള പോലെ കൂട്ടം കുറയ്ക്കൊക്കെ ചെയ്യാം. ആദ്യത്തെ പ്രാവശ്യം എടുക്കുമ്പോൾ നിങ്ങൾ ഈ അളവുകളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യം മനസ്സിലാവും എന്തൊക്കെ കൂട്ടണം കുറയ്ക്കണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂൺ കറക്റ്റായിരുന്നു. ഇനി നമുക്കിതൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ ആ ഒരു പഞ്ചസാര ഒന്ന് അലിഞ്ഞാൽ മാത്രം മതി. പഞ്ചസാര പാനി എന്ന് പറയത്തില്ല, പഞ്ചസാര വെള്ളം എന്ന് പറയുന്നതായിരിക്കും ശരി. അപ്പോൾ ഇത് നമ്മൾ പഞ്ചസാര പാനി പോലെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന സ്റ്റേജൊന്നും എത്തുന്നില്ല കേട്ടോ. അതാ ഇതിനകത്ത് ഇപ്പോൾ പഞ്ചസാരകളൊക്കെ അലിഞ്ഞ് പോയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ അരിപ്പൊടിയുടെ എങ്ങനെയാണ് ആ ഒരു സെക്ഷൻ നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ 1 കപ്പോളം 200 ml ഉള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ അങ്ങനെ ഒരു വിഷയം ഇല്ല ഇതിനകത്ത്. നിങ്ങളുടെ വീട്ടിൽ എന്ത് അരിപ്പൊടിയാണോ ഉള്ളത് അത് നമുക്ക് ഉപയോഗിക്കാം. വറുക്കണം എന്നൊന്നുമില്ല. അങ്ങനത്തെ വറുത്താൽ കൂടുതൽ ടേസ്റ്റ്, വറുത്തില്ലേ കൂടുതൽ കുറയുമോ എന്നുള്ള അങ്ങനെ ഒരു ചിന്ത വേണ്ട കേട്ടോ. ഇതിപ്പോൾ ഞാൻ വറുക്കാത്തതാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന അരിപ്പൊടി പക്ഷെ നമുക്ക് ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം നമ്മളൊരു ബൗളിനകത്തോട്ട് ഇടാനായിട്ട്. കാരണം നമ്മൾ അരിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ ചെറിയ കഷ്ണം എന്നല്ല, നമുക്ക് ഇങ്ങനെ കട്ടകൾ ഇങ്ങനെ കെടുക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ കട്ടകൾ കെടുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അപ്പമായിട്ട് വരുമ്പോൾ ഒരു ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ ഈ അരിപ്പൊടി അവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഒരു കുഞ്ഞ് പാത്രത്തിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ 2 ടേബിൾ സ്പൂൺ നമ്മുടെ പൈപ്പിൽ നിന്ന് വരുന്ന സാധാരണ വെള്ളമാണ്. ഈ വെള്ളത്തിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ഇപ്പോൾ 1 ടീസ്പൂണോളമുള്ള പഞ്ചസാര, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം തന്നെയുള്ള ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല, ഇത് നമ്മൾ വെള്ളത്തിലൊക്കെ കുതിർത്ത് വെച്ചിട്ട് പൊങ്ങി വരുന്ന തരം ഈസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചൂടുവെള്ളം, ചെറിയൊരു ലൂക്ക് വാം വാട്ടർ എന്ന് പറയും, ചെറു ചൂടുവെള്ളത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ഒരു ഈസ്റ്റും പഞ്ചസാര ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊരു 5 മിനിറ്റ് ഈസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇതൊന്ന് പൊന്തി വരട്ടെ. അപ്പോൾ അതിന് ശേഷമാണ് നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതൊരു 5 മിനിറ്റ് കഴിയട്ടെ. അപ്പോൾ ഈ ഈസ്റ്റ് അവിടെ ആ ഒരു പൊന്തി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ അരിപ്പൊടി ഒന്ന് ചെറിയ ചൂടുവെള്ളം, വളരെ കുറച്ച് ചൂട് മാത്രമേ പാടുള്ളൂ. ആ വെള്ളത്തിൽ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മോയിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, ഒരു നനവ് കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു അരിപ്പൊടി ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഒന്ന് പഞ്ചസാര എല്ലാം ഒന്ന് അലിയിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. ചൂടുവെള്ളം ഇതിനകത്ത് ഒഴിച്ച് ആവശ്യത്തിന് ഒഴിക്കണം കേട്ടോ. ഒത്തിരി ഒഴിച്ച് അത് വെള്ളം പോലെ ആക്കരുത്. നമുക്ക് ആദ്യം അതിൻ്റെ പകുതി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ നമ്മുടെ ഒരു നല്ലൊരു എന്താ പറയുക, ഒത്തിരി തിക്കും അല്ല ഒത്തിരി ലൂസും അല്ല, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരാം. നമ്മൾ ഈ ചൂടുവെള്ളം ഇതിനകത്ത് ഒഴിക്കുന്നത് ഇതൊന്ന് പകുതി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ അരിപ്പൊടി നമ്മൾ ആ ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം അരിപ്പൊടി പെട്ടെന്ന് വേവുന്നതാണ്. അപ്പോൾ അരിപ്പൊടി ചെറുതായിട്ടൊരു പകുതിയോളം വേവ് നമുക്ക് കിട്ടും. ബാക്കി പകുതി സമയം വേണ്ടി വരുള്ളൂ നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് ആവശ്യത്തിനുള്ള വെള്ളം, ആ ഒരു പഞ്ചസാര വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ആ പഞ്ചസാര വെള്ളം ഞാൻ മുഴുവൻ എടുത്തില്ലായിരുന്നു, ഒരു 1/4 വെള്ളം മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കൺസിസ്റ്റൻസി. ഒത്തിരി തിക്കായിട്ട് ഇരിക്കുന്നില്ല, അതുപോലെ ഒത്തിരി അങ്ങ് വെള്ളം പോലെ ഇരിക്കുന്നില്ല, ഒരു മീഡിയത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഈസ്റ്റ് നമ്മൾ പൊന്താൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈസ്റ്റ് ഇവിടെ നല്ലതുപോലെ ഇങ്ങനെ പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഈസ്റ്റും കൂടെ നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം.
ഇതാ ഞാനിപ്പോൾ ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലിഞ്ച് ഫിലിം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പാത്രം വെച്ചിട്ടോ നല്ലതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു മാവ് ഒന്ന് പുളിച്ച് പൊന്തുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊരു അരമണിക്കൂറൊക്കെയാണ് എനിക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിനേക്കാളും കുറച്ച് സമയം വേണ്ടി വരുമായിരിക്കും. അതിപ്പോൾ നമ്മൾ എടുക്കുന്ന ഈസ്റ്റിനനുസരിച്ചിരിക്കും, അതുപോലെ നമ്മൾ കൊടുക്കുന്ന ആ ചൂടൊക്കെ അനുസരിച്ചിരിക്കും ഇത് പൊന്തി വരാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്കിവിടെ സാധാരണ ഇത്രയും പെട്ടെന്നൊന്നും പൊന്തി വരാറില്ല. പക്ഷേ എനിക്ക് ഇത് എന്തുകൊണ്ടോ അത്യാവശ്യമൊക്കെ ഒരു അരമണിക്കൂറിനകത്ത് പൊന്തി വന്നായിരുന്നു. അപ്പോൾ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. ഇതാ ഇപ്പോൾ ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞു. നമുക്കൊന്ന് നോക്കാം കേട്ടോ ഇങ്ങനെ ഇരിക്കണേന്ന്. കണ്ടോ? അപ്പോൾ നമുക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസൊക്കെ ഇങ്ങനെ ചെറുതിങ്ങനെ പതഞ്ഞൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തും നോക്കിയായിരുന്നു കേട്ടോ. അത് മാവ് അത്യാവശ്യം പുളിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിനി വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഉടനെ തന്നെ നമ്മളിതൊരു കേക്കപ്പം ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് 2 കാര്യങ്ങൾ കൂടെ ചേർക്കാനുണ്ട്. ഒരു 1/4 ടീസ്പൂണോളമുള്ള ഉപ്പും അതുപോലെ ഒരു 1/2 ടീസ്പൂണോളമുള്ള വെനില എസൻസും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വെനില എസൻസ് തന്നെ ചേർക്കണം, എന്നാലാണ് ഇതിനൊരു പ്രത്യേക സ്വാദ് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഈ 2 കാര്യങ്ങളും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് 4 കാര്യങ്ങൾ മാത്രം. എല്ലാം കൊച്ചു കാര്യങ്ങളാണ്. നമ്മളിതിനകത്ത് അരിപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മളിതിനകത്ത് ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ്, അതുപോലെ വെനില എസൻസ്. ഇത് 4മാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ടാണ് വളരെ സിമ്പിളായിട്ട് നല്ല സ്വാദൂറും ഒരു 4 മണി പലഹാരമെന്നോ അല്ലെങ്കിൽ നമുക്ക് അപ്പത്തിൻ്റെ നമ്മൾ സ്റ്റ്യൂ ഒക്കെ ഉണ്ടാക്കില്ലേ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അപ്പൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഏത് പാത്രത്തിലാണോ നമുക്കത് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആ പാത്രം ഒന്ന് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലത്തെ ഒരു കോപ്പയാണ് എടുക്കുന്നത്. ഒരു ബൗള്, ഒരു സിറാമിക്കിൻ്റെ ഒക്കെ ഒരു പൊട്ടുന്ന തരത്തിലുള്ള ഒരു ഗ്ലാസ് ബൗളാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഓർക്കുന്നില്ല ശരിക്കും ഇപ്പോൾ എടുത്തത്. ഒരു ഗ്ലാസ് ബൗളാണെന്ന് തോന്നുന്നു. ഞാൻ ഗ്ലാസ് ബൗളാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഇച്ചിരി എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് വെളിച്ചെണ്ണയോ എണ്ണയോ നെയ്യോ, എനിക്ക് തോന്നുന്നു നെയ്യാണ് കുറച്ചും കൂടെ രുചി കൊടുക്കുന്നത്. പക്ഷെ ഞാനിവിടെ എണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണയൊക്കെ തേച്ച് നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്നൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒത്തിരി ഒന്നും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല, നല്ലതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി നമ്മൾ ഗ്രീസ് ചെയ്തിട്ടുള്ള ഈ പാത്രത്തിനകത്തോട്ട് നമ്മുടെ അരിപ്പൊടിയുടെ ഒരു വെള്ളം പോലെ ഇരിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ രണ്ടാമത് നമ്മൾ ഇതിനകത്ത് ഇത് പൊന്തിയൊക്കെ കഴിഞ്ഞത് ഞാൻ പറയാൻ വിട്ടുപോയത്. അപ്പോൾ നമ്മൾ മാവൊക്കെ പൊന്തി കഴിഞ്ഞിട്ട് പിന്നീട് അത് തിക്കാവാൻ പാടില്ല. നമുക്കത് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒരു വെള്ളം കൺസിസ്റ്റൻസിയിലോട്ട് നമ്മൾ കൊണ്ടുവരണം. എങ്കിലാണ് നമുക്ക് നല്ലതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് അപ്പം കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനതൊരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ട് ആവി വരാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഈ പാത്രത്തിനകത്തോട്ട്. അപ്പോൾ ഞാനിനി ഈ ഒരു സ്റ്റീമറിനകത്തോട്ട് നമ്മുടെ ഈ ഒരു പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 15 മുതൽ 20 മിനിറ്റ് വരെയാണ് എനിക്ക് എടുത്തിട്ടുള്ളത്. അത് ഓരോരുത്തർക്കും അത് മാറി വരും കേട്ടോ. ചിലവർക്ക് പെട്ടെന്നാവും, ചിലവർക്ക് അത് കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ അത് ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ എനിക്കിവിടെ ഒരു 20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നടുക്കിലൊന്ന് കുത്തി നോക്കിയായിരുന്നു. അതുകൊണ്ടാണ് അതിനകത്ത് ചെറിയൊരു കുഴി പോലെ നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ ഞാനിതൊന്ന് കുത്തി നോക്കിയിട്ട് ഇത് നമുക്കറിയാം ഇത് സ്ക്യൂവറാണ്. നമുക്കത് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇതിനകത്ത് അകമൊക്കെ വെന്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഞാനിതൊന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ കേക്ക് അപ്പം ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു ഹോൾഡറിൽ മേലെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അല്ലാതെ തന്നെ ഇപ്പോൾ ഞാനിതൊന്നും ഇളക്കിയിട്ടൊന്നുമില്ല, എങ്കിൽ പോലും അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നടുക്ക് കൂടി വന്നിരിക്കുന്നത് എൻ്റെ ഒരു കുഴപ്പമാണ് കേട്ടോ. ഞാനത് ഇടയ്ക്കിടയ്ക്ക് പാത്രം തുറന്ന് നോക്കിയതുകൊണ്ട് അതിനകത്തുള്ള ആ ഒരു ആവി പെട്ടെന്ന് അങ്ങ് കയറി ഇങ്ങനെ ആയിപ്പോയതാണ്. അപ്പോൾ അത് നിങ്ങളങ്ങനെ ഇടയ്ക്ക് തുറക്കാതെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കേക്ക് പോലെ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിനിടയ്ക്ക് എനിക്കൊരു കാര്യം പറയാനുള്ളത്, എന്നോട് 2-3 പേരായി പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒത്തിരി ഈ നല്ലതുപോലെ എന്ന് ഞാൻ പറയുന്നുണ്ട് എൻ്റെ വർത്തമാനത്തിൽ, അതുപോലെ ഒത്തിരി ടോ എന്നൊക്കെ പറയുന്നുണ്ടെന്ന്. അത് എനിക്കറിയില്ല, അത് ഞാൻ മാറ്റാൻ ശ്രമിക്കാം. പിന്നെ ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളല്ലേ, വർത്തമാനം പറഞ്ഞു വരുമ്പോഴൊക്കെ ആ ഒരു ശീലങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എങ്കിലും ഞാൻ മാറ്റാൻ നോക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഇപ്പോഴും ഞാൻ ടോന്നാണ് പറഞ്ഞത്, ക്ഷമിക്കുക, ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്.
ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ടോ, നമ്മുടെ ഈ ഒരു വേറൊരു പാത്രത്തിനകത്തോട്ട് ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് കമത്തി എടുത്തിട്ടുണ്ട്. നല്ല പാത്രം, നമ്മുടെ ഏത് പാത്രത്തിലാണ് എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ ഷേപ്പിൽ നമുക്ക് നമ്മുടെ കേക്ക് അപ്പം കിട്ടും. വളരെ സോഫ്റ്റ് ഉള്ള ഒരു കേക്ക് അപ്പാണിത്. ഇതൊരു 4 മണി പലഹാരം പോലെയാണ് ഞാനിവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുള്ളത്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ജോൺസ് ഇത് ഈ ഒരു നമ്മൾ സ്ലൈസ് ആയിട്ട് മുറിച്ച് കൊടുത്തുന്ന ചിക്കൻ്റെ കൂടെ അതുപോലെ സ്റ്റൂവിൻ്റെ കൂടെയൊക്കെ നല്ല സ്വാദോടുകൂടെ കഴിക്കുന്നത് കാണാം. അപ്പോൾ ഇത് എല്ലാത്തിനും പറ്റുന്ന ഒരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. വെറും 4 ചേരുവകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.